രാവിലെ വെറുതെ തോട്ടരത്ത് നിന്ന് കാറ്റുകൊള്ളായിരുന്നപ്പം കാണാൻ തോട്ടിലൂടെ ഒരു ഞണ്ട് ഇങ്ങനെ പോന്നു. എന്നാൽ പിന്നെ ഞണ്ടിനെ ഒന്ന് പിടിച്ചു നോക്കിയാലോ. ഒരു ചെറിയ പ്ലാസ്റ്റിക് വള്ളി എടുത്ത് ഒരു ചെറിയ കുടുക്കുണ്ടാക്കിയിട്ട് പതുക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. ഞണ്ട് വേറെ എന്തോ ആണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ച് കുടുക്കിനകത്ത് വന്ന് പെട്ട് കേട്ടോ. അങ്ങനെ ഞണ്ടിനെ ഞങ്ങൾ ഉടുക്കൊണ്ട് വലിച്ചിഞ്ഞെടുത്ത്. ഞണ്ട് വിചാരിച്ചതെന്തോ പറക്കാൻ പോവാന്നോ മേലോട്ട്, അതോ പിന്നീട് എന്ത് ചെയ്യാൻ പോവുകയാണോ എന്തോ. ഞണ്ട് വിചാരിച്ച് ഇന്ന് ആരെയാണോ എന്തോ കണിയേണ്ടത്, ഏതോ ദുഷ്ടന്മാർ എന്നെ കുടുക്കിയതാണെന്ന് ഞണ്ടിന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അത് മതിലി അള്ളിപ്പിടിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ആ പ്ലാസ്റ്റിക് വള്ളി കടിച്ച് മുറിച്ച് സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമമൊക്കെ നടത്തി കേട്ടോ. ആരുടെ കയ്യിലാണോ ഞാൻ അകപ്പെട്ടത്, ഇതൊക്കെ എന്തോ എന്നെ ചെയ്യാൻ പോവുകയാണെന്നുള്ള രീതിയിൽ ഉണ്ടക്കണ്ണ് ഉരുട്ടി ഞണ്ടിങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് മതിലിൽ ഇങ്ങനെ അള്ളിപ്പറിച്ച് അപ്പം കാണാൻ ഉറുമ്പ് അതിലേക്ക് കൂടെ പോയി. ഉറുമ്പ് ചോദിച്ച് എന്താ ഇവിടെ അനങ്ങാതിരിക്കുന്നത്, ഓ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഞണ്ട് വരുന്നു. എങ്കിൽ പിന്നെ ഞണ്ടിനെ വലിച്ചെടുക്കാതെ ശ്രമിച്ചു. ഞണ്ട് ഒരു കാരണവശാലും ആ മതിലിൽ നിന്ന് വരത്തില്ല, അവിടെ അള്ളിപ്പിടിച്ച് ഞാൻ ഇരിക്കുകയാണ്, നിങ്ങൾ എന്നെ ഒന്ന് എടുക്കുന്നതെന്ന് കാണണമല്ലോ എന്നുള്ള രീതിയിൽ. ഒരു പേടി ഭയം ഒന്നുമില്ലാതെ വളരെ ധൈര്യത്തോടെ ഞണ്ടിങ്ങനെ ഞങ്ങളെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ വിധം അറിയണമെങ്കിൽ എൻ്റെ ദേഹത്തോട്ടൊന്ന് കൈ വെക്കുമോ എന്നുള്ളൊരു ഒരു ഒരു ഭീഷണി പോലെ, അല്ലെങ്കിൽ നമ്മളെന്താ പറയുന്നത്, എൻ്റെ ദേഹത്തോട്ടൊന്ന് കൈ വെച്ച് നോക്കുക എന്നാൽ കാണിച്ചു തരാമെന്നുള്ള മട്ടിലാണ് ഞണ്ട്. നിങ്ങൾ എന്നെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ ശരിയെങ്കിൽ നിങ്ങളുടെ വള്ളി ഞാൻ കട്ട് ചെയ്ത് കളയുമെന്നും പറഞ്ഞ് ഞണ്ട് തിരിച്ച് പുറകോട്ട് വലിക്കുന്നു, ഞങ്ങൾ മുമ്പോട്ട് വലിക്കുന്നു. ഞണ്ട് ഒരു കാരണവശാലും ഞങ്ങളുടെ അടുത്ത് വരത്തില്ലെന്നുള്ള വാശിയിൽ എന്തായാലും ഞങ്ങൾ വണ്ടിയിൽ വലിച്ചു പൊക്കിങ്ങെടുത്ത് കേട്ടോ. ഇച്ചിരി നേരം ഒന്ന് ആകാശത്തൂടെ പറക്കാം. എന്നിട്ട് ഞണ്ട് എന്നിട്ടും വിട്ടില്ല. ഞണ്ട് വിചാരിച്ചെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക് വള്ളി കടിച്ച് മുറിച്ചെങ്കിൽ രക്ഷപ്പെടാം താഴോട്ട് എന്ന് കരുതി. എന്നാൽ പിന്നെ നീ ഒരു കുറച്ച് നേരം തറയിലിരിക്കുമെന്നും പറഞ്ഞ് ഞങ്ങളും അങ്ങനെ ഞണ്ടിനെ ഞങ്ങൾ ആ തറയിലോട്ട് ഇരുത്തിയ പാട് ഞണ്ടൊരു ഒറ്റ ഓട്ട ഓടിയത് കേട്ടോ. പേടിക്കേണ്ട ഞണ്ടേ, ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യത്തില്ല, ഇച്ചിരി കഴിയുമ്പോൾ ഞങ്ങൾ തോട്ടിൽ തന്നെ തിരിച്ചിടും, വെറുതെ ഒരു കൗതുകത്തിനൊന്ന് പിടിച്ചെന്നേ ഉള്ളൂ. ബുദ്ധിമുട്ടിപ്പിച്ചതിന് ഞണ്ടാശാനോട് സോറി പറഞ്ഞിട്ട് പതുക്കെ ഞണ്ടിനെ തോട്ടിലേക്ക് ഇട്ടു.